ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഖുർആനിലെ വചനങ്ങള് അറബി ലിപിയൊക്കെ നമുക്ക് എഴുതാൻ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ. പക്ഷെ ഇത് എഴുതിയത് ഒരു അമുസ്ലിം സുഹൃത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമോ? പേര് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദാസേട്ടനാണ് ഈ ലിപിയൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കഴിവുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദാസേട്ടനെ നമുക്കൊന്ന് വിളിച്ചാലോ? ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കഴിവിന്റെ ഉടമ. അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. അപ്പൊ ദാസേട്ടാ, എന്താ ശരിക്കുള്ള പേര്? ശരിക്കുള്ള പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. ശ്രീകൃഷ്ണൻ എന്നാണ് അല്ലേ? എവിടെ വീട്? കരുവാരകുണ്ട്. എത്ര വർഷമായി ഈ ഒരു ചിത്രകലയില് ഇങ്ങനെ കഴിവുകൾ തെളിയിക്കുന്നത്? എന്താ പറയാ, തന്നെയാണ് പരിപാടി, പണി ആണല്ലേ. പക്ഷെ ഇതില് നിങ്ങൾ വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചാല് ഖുർആനിലെ കുറെ വചനങ്ങൾ നമുക്ക് പോലും വായിക്കാൻ, സാധാരണ മുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും വായിക്കാനും എഴുതാനും പ്രയാസമുള്ള ലിപികൾ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചു കാലം പ്രവാസിയായിരുന്നു. അതിലിപ്പോ ആകെ കിട്ടിയത് ഇപ്പൊ ഇതാണ്. കുറച്ച് അറബി ചെറുതായിട്ട് വായിക്കുകയും ചെയ്യും, കുറച്ചൊക്കെ എഴുതും ചെയ്യും. വലിയ വലിയ വാക്കുകളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് അതിന്റെ ദിവാനി ലെറ്റർ ടൈപ്പുകൾ അങ്ങനെയുള്ള ഓരോ അറബിന്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു അല്ലേ? അതൊക്കെ എങ്ങനെ വായിച്ചു പഠിച്ചതാണോ അതോ അങ്ങനെ? അത് അവിടെ നമ്മളൊരു ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അന്നങ്ങളെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചെന്നു നമ്മൾ എഴുതി. പിന്നെ ഞാൻ എഴുതുന്ന സ്റ്റൈലും അതും അവർക്ക് ഭയങ്കര ഇതാണ്. സൗദിയിൽ നിന്ന സമയത്ത് ഞാൻ എഴുതുന്ന അവർക്ക് ഭയങ്കര താല്പര്യം. അവരിങ്ങനെ പെൻസിനോട് എഴുതി തരും. അപ്പൊ നമ്മളത് അക്ഷരം ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ പഠിച്ച് ഓരോ അക്ഷരങ്ങൾ പഠിച്ച് പിന്നെ ഇത് എഴുതുമ്പോ നമ്മൾ അറിഞ്ഞിട്ട് എഴുതണല്ലോ. ഇത് എഴുതുന്നത് ഇന്ന അക്ഷരമാണെന്ന് അറിഞ്ഞിട്ട് എഴുതുമ്പോൾ അതിനൊന്നുകൂടി പെർഫെക്റ്റ് കൂടും. അത് നമ്മള് അറിയാതെ എഴുതുമ്പോ വെറും ചിത്രം വരയ്ക്കണ പോലെയാവും. ഏത് അക്ഷരമാണ് എഴുതുന്നത് നമുക്ക് അറിയാം, ഏതാണ് വരുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാലും നമുക്ക് ഇതിന്റെ അക്ഷരങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അലിഫ് തുടങ്ങുന്നു, ബ, അങ്ങനെ ഇങ്ങനെയുള്ള കാഫ്, ഇങ്ങനത്തെ നമുക്ക് ഹാവ്, വാവ്, അങ്ങനെ അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇത് വായിക്കാനുള്ള മൊത്തത്തിൽ വായിക്കാൻ നമുക്ക് കിട്ടൂല. അല്ല, അത് സ്റ്റൈലിൽ എഴുതാനുള്ളത് അവിടെ ചെന്നിട്ടാണ് കിട്ടിയത്. ആദ്യം പെൻസിലോണ്ട് എഴുതും. അത് രണ്ട് പെൻസിൽ വെച്ചാണ് അങ്ങനെ എഴുതുക. അതങ്ങനെ സ്റ്റൈലാണ്. അറബി എഴുതുന്ന രണ്ട് പെൻസിൽ വെച്ചിട്ട് എഴുതാം. രണ്ട് പെൻസിൽ ഇങ്ങനെ കൂട്ടി പിടിക്കും. രണ്ട് പെൻസിൽ കൂട്ടി പിടിച്ചാലേ രണ്ട് ലൈൻ ഇങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനെ എഴുതും. രണ്ട് പെൻസിൽ കൂട്ടി. സാധാരണ അറബി എഴുതുന്നോട് തന്നെയാണ് തുടങ്ങുന്നതൊക്കെ. അത് ഇവിടെ തന്നെ തുടങ്ങും. അങ്ങനെ തുടങ്ങും. പിന്നെ നമ്മൾ കളർ ചെയ്യുമ്പോ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ തുടങ്ങും. പല ഐഡിയ ഉണ്ടാവും. ചെയ്യുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് പെൻസിൽ കൂട്ടിയിട്ട് എഴുതിയാണ്. പിന്നെ അപ്പൊ ഖുർആനിലുള്ള ഒരു വിധം വചനങ്ങളൊക്കെ അപ്പൊ വായിക്കാൻ കുറച്ചൊക്കെ അറിയാം. സുഹൃത്തുക്കൾ ചെറിയ ഇതും ഒക്കെ അങ്ങനെ അറിയാം. സൗദിയിൽ ചെന്ന് അങ്ങനെ കുടുങ്ങിയിട്ട് നമ്മൾ പഠിക്കുമല്ലോ കുറെ. എത്ര വർഷം സൗദിയില്? 10 വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. 10 വർഷം പ്രവാസിയായിരുന്നു അല്ലേ? പിന്നെ 5-6 വർഷം ദുബായിൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ഇത് മൂപ്പരാ നമുക്ക് ഇവിടെ ഒരു മദീന വരച്ചാലോ എന്ന് ചോദിക്കും. ആയിക്കോട്ടെ, വരക്കാറ്. ഇന്നൊരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ രണ്ടാളും കൂടുന്ന 2 ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യും. അതിലൊന്ന് തെരഞ്ഞെടുക്കും. അങ്ങനെ, കാരണം നീളം കൂടിയല്ലേ മദീനന്റെ പല സൈസും ഉണ്ട്, പല ഫോട്ടോ ഉണ്ട്. അപ്പം ഒന്ന് ഫുള്ളായിട്ട് ചെയ്താലോ എന്നാണ്. മദീന സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഒക്കെ ഉണ്ടാവും? ഇല്ലല്ല, നമുക്ക് ഏത് ചിത്രമായാലും ഓക്കെ. നമുക്ക് ഓക്കെ. അതിനെന്താ, ഏത് ചിത്രം കണ്ടാലും. അപ്പൊ ഈ അറബി എഴുതുന്നതിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ല രസമാണ്. കാരണം കാലിഗ്രാഫി എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല രസമാണ്. അറബി എഴുത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് അറബി എഴുതുന്നത്. അതായത് ഇപ്പൊ എന്താ വെച്ചാൽ അറബി എന്ന് പറഞ്ഞാൽ മഹത്തായ ഭാഷയാണ്. നമ്മളെ എങ്ങനെ പറഞ്ഞുതരാം. അതന്നെ. അതായത് ഇപ്പൊ നമ്മളെ മലയാളത്തില് പല വാക്കുകളും കമ്മി ഉണ്ടാവും. പക്ഷെ അറബിയിൽ അതിന് എല്ലാത്തിനും വാക്കുകളുണ്ട്. അറബി സംസാരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മളത് മലയാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ചെറിയ ഭാഷയാണ്. അതൊന്നും ആർക്കും അറിയില്ല. അറബി എഴുതാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇതിപ്പോ മൂപ്പര് ശ്രീകൃഷ്ണൻ എന്നാണല്ലോ പേര്. പക്ഷെ നിങ്ങൾ ഈ ഒരു അറബി എഴുതാന്ന് പറയുമ്പോ ശരിക്കും എങ്ങനെയാണ് സ്വായത്തമാക്കിയത് ആളുകൾക്ക് ഭയങ്കര ഒരു അത് ഇതുകൊണ്ട് തന്നെ പ്രവാസി തന്നെ തന്നാണ്ട് നമ്മളൊക്കെ മറ്റേ കോൺട്രാക്ട് ഒക്കെ ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് കൊടുത്താണ്ട് ലാസ്റ്റ് ചോദിച്ചു ഇന്നത്തെ മുസ്ലിം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു. ഇയാള് ഈ വർക്ക് എടുത്താണ്ട് അങ്ങോട്ട് പോയി. ഇയാള് തെറ്റിപ്പോയി. ഗൾഫിൽ നിന്ന്, സൗദിയിൽ നിന്ന്. അപ്പൊ ഞാൻ എന്റെ അറബിനോട് സൗദിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇയാള് പറഞ്ഞു ഇജ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇജ് 80% അതായത് 80% നീ മുസ്ലിമാണ്. ഇജ് എല്ലാ സുഹൃത്തുക്കൾ പറയില്ലേ എനിക്ക് ഖുർആൻ വായിക്കാൻ അറിയില്ല, അങ്ങനെയല്ല ഫുള്ളായിട്ട് അങ്ങനെ എനിക്ക് അറിയില്ല, അറബി എനിക്ക് അറിയില്ല, പിന്നെ എന്തിനാ ഇജ് അങ്ങനെ പറഞ്ഞത്? ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറയതിട്ടോന്ന്. അപ്പൊ മൂപ്പര് തന്നൊരു ധൈര്യത്തില് പിന്നെ ഞാൻ എന്തേലും പറയും, കുറെ എന്തേലും അല്ലെ സുഹൃത്തുക്കൾ അത് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഈ അറബി ആൾക്ക് അവിടുത്തെ ഓരോ പരിപാടി ഉണ്ട്. അതായത്
എന്താ പറയാ മറ്റേ പണിയെടുത്ത് കഴിഞ്ഞാല് ശമ്പളം കൊടുക്കാതൊക്കെ ബംഗാളികളെ. അപ്പൊ ഞാൻ പറയും ഈ 5 നേരം നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഖുറാനിൽ എന്താ പറഞ്ഞിക്കണത്? ഇങ്ങനെ മറ്റേ വേർപ്പ് പറ്റുന്നതിന് മുന്നേ കൂലി കൊടുക്കണം, വല്ല ഇന്ത മിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റസം മുദീർ എന്നും പറഞ്ഞാണ്ട് അവിടെ അറിയപ്പെടാം. റസം മുദീർ എന്ന് പറഞ്ഞാല് ആർട്ടിസ്റ്റ്. പിന്നെ 10 കൊല്ലായില്ലേ അവിടെ, പിന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ഉള്ള പണി പോയി. പിന്നെ ഓൽക്ക് ഒന്നും അറിയില്ല. പിന്നെ എന്നെ വെള്ളിയാഴ്ച ഖുറാൻ ക്ലാസ്സിന് കൊണ്ടുപോകും. എനിക്ക് മലയാളം ഖുറാൻ കൊടുത്തിരുന്നു. അങ്ങനെ തരുന്നു ഇങ്ങനെ തരുന്നു. പിന്നെ നമ്മളെങ്ങനെ പുറത്തിറങ്ങി ഏത് മുത്തവ ആര് കണ്ടു കഴിഞ്ഞാൽ അസ്സലാം അലൈക്കും ഒരു സലാം പറയാതെ ആരും പോകില്ല. അത്രയും ഇതായി 10 കൊല്ലം നിലരുത് അങ്ങനെ. പിന്നെ ആകെ കിട്ടിയത് ബാലൻസ് കിട്ടിയത് ഇതാണ്, കുറച്ച് അറിവും കുറച്ച് അറബി. അതുകൊണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ജീവിതമാർഗം അതാണ്. പിന്നെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതന്നെ പരിപാടി തന്നെയാണ്. ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടു. പിന്നെ ബേസിക്കലി കാർപ്പന്റർ ആണ്. പിന്നെ ഇതൊക്കെ ശരിക്കും പോയിട്ട് പഠിച്ചിട്ടുണ്ടോ? എവിടെയും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. സ്വന്തം കഴിവില് ഉണ്ടാക്കിയെടുത്തതാണല്ലേ? അങ്ങനെ ചെയ്ത് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വരച്ച അങ്ങനെ? ചെറുപ്പത്തിലൊക്കെ വരയ്ക്കായിരുന്നു. പണ്ട് മുതലേ അങ്ങനെ സ്കൂളിലൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ അതന്നെ ഉള്ളൂ. ഫാമിലിയിൽ ആരെങ്കിലും വരക്കുന്നവരുണ്ടോ? ഫാമിലി 2 കുട്ടികൾ വരയ്ക്കും, 2 പെൺകുട്ടികള്. ഒന്ന് 7ാം ക്ലാസ്, ഒന്ന് 3ാം ക്ലാസ്. പിന്നെ മൂത്ത ചെക്കനാണ്. ഓന് പിന്നെ അതിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. രണ്ടാളും നല്ല അടിപൊളിയായിട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം. എന്തായാലും അച്ഛന്റെ കഴിവ് അതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ദാസേട്ടന്റെ കഴിവ് എന്ന് പറഞ്ഞാല് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ മനസ്സിൽ എന്താണോ അതോട് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? അതെ, അതായത് ഇപ്പൊ ഒരാൾ തരുന്ന ഒരു ഫ്രീഡം കൂടിയാണ്. ഫ്രീഡം. ഇപ്പൊ ഞാനിപ്പോ ഒരു വർക്ക് എടുത്ത് തന്നിട്ട് പിന്നെ അത് ഇങ്ങനെ വിട്ട് തന്നാൽ ബാക്കി പിന്നെ ദാസേട്ടൻ അതിൽ വേറെ കൺട്രോൾ കിടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലോ പോകും. നിങ്ങളെന്താ ചെയ്തോളെന്ന് പറയും. ഇത് എന്നതാണ്, ഇതിപ്പോ നിസ്കാര റൂമാണ്, നമുക്ക് ഇങ്ങനെ വേണം ഇത് കിബിലയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത്. ഞാൻ ചോദിക്കുന്ന കാക്കും ഇങ്ങനെ പോരെ ചെയ്തോളിന്ന് അറിയാം. വേറൊന്നും പറയണ്ട. പക്ഷെ അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ശരി. എനിക്ക് സന്തോഷമായി. ഇതിപ്പോ കാക്കൂന്, അതായത് നമ്മളെ മുനീറക്കാക്കും മൂപ്പർക്കും സന്തോഷമായി. കുഞ്ഞിക്കാന്ന് ഞങ്ങൾ വിളിക്കും. കുഞ്ഞിക്കാക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. പിന്നെ കാണുന്നവർക്ക് ഇത്രയും മനസ്സെന്ന് അറിയാണേ. കാരണം നിസ്കരിക്കാൻ വരുന്നവർക്ക് മനസ്സിന് ഭയങ്കര കുളിർമ കിട്ടുന്ന ഒരു. ഇത് കുഞ്ഞിക്ക് അത് ഫുള്ളായിട്ട് വായിച്ചു തരാം. മൂപ്പരാന്നിട്ട് കേറുമ്പോ ആൾക്കാരത് വായിച്ച് ഇവിടുന്ന് നിസ്കരിക്കാതെ പോകരുത് എന്നാണ്. അതാണ്. ഇപ്പൊ ഈ ചുമരുകളും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പിക്ചറുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലെങ്ങനെ ഇത് വരക്കാനുള്ളത് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ എല്ലാം നമ്മള് ചിത്രങ്ങൾ ഒരുപാട് അവിടെ ഒരുപാട് വരച്ചിട്ടുണ്ട്. ഒരുപാട് വരച്ചിട്ടുണ്ട്. നമ്മളിത് ഇതുപോലെ പല പൊസിഷനും ഒരുപാട് വരച്ചിട്ടുണ്ട്. അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു മലയാളിന്റെ ഒരു കഴിവ് കൂടി പറയാൻ അതിനകത്ത്. അതായത് മൂപ്പര് ഒന്നാമത് ഗൾഫിന്റെ ഒരാളാണ്, ഖത്തർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് അതിന്റെ ഒരാളാണ്. അപ്പൊ മൂപ്പർക്ക് അവിടുത്തെ ഒരു സ്റ്റൈല് വേണം എന്നൊക്കെ പറഞ്ഞു. മൂപ്പര് വീട്ടിലും അങ്ങനെ തന്നെ ഒരു സൗദി ലുക്ക്, ഖത്തർ ലുക്ക്, അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അപ്പൊ അത് കൊണ്ടുപോയി കാണിച്ചാണ്ട് അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോട്ടന്റെ പ്രത്യേക പെയിന്റ് മേടിച്ച് ഗോൾഡൻ പെയിന്റ് മേടിച്ചാണ്ടൊക്കെ ചെയ്തതാണ്. പിന്നെ അതല്ല അതെ മൊത്തം ഒറ്റയ്ക്ക് ഞാൻ തന്നെ. പിന്നെ അതല്ല, നമുക്ക് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. അത് നിങ്ങളെ ഇഷ്ടത്തിനോട് ചെയ്തോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അങ്ങനെ ചെയ്യാം. ഇത് മൂപ്പരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അള്ളാഹു ജല്ല ജലാൽ, അള്ളാഹു ജല്ല ജലാൽ, അപ്പൊ അതിങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ എഴുതണാണ്, ഇങ്ങനെ മെമ്പറല്ലേ, ഇത് കേബിലല്ലേ, ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നല്ലേ. അപ്പൊ നമ്മളിങ്ങനെ എഴുതിയാലെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനൊക്കെ വരച്ച് ഓക്കെ. അതിപ്പോ ഞാൻ എന്ത് ചെയ്താലും കാരണം മൂപ്പർക്ക് അറിയാം നമ്മൾ അത്രയും ഫ്രീഡം തരുന്നോണ്ട് അപ്പൊ ഒന്നുകൂടി വർക്കുകൾ നന്നാവുക ചെയ്യാം. ഇതൊക്കെ ശരിക്കും നമുക്ക് ഫ്ലെക്സ് വേണമെങ്കിൽ വെക്കാം. ഇപ്പൊ കാലഘട്ടം അങ്ങനെ ഫ്ലെക്സ് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഇവിടുത്തെ മലയാളി എന്ന് പറഞ്ഞാല് മുനീർക്ക മൂപ്പര് എന്ന് പറഞ്ഞാല് നിങ്ങൾ വരച്ചാൽ മതി, നിങ്ങൾ വരച്ചോളി, നിങ്ങളാക്കും പോലെ വരച്ചോളി ദാസേട്ടാ അങ്ങനെ മൂപ്പര് ഫ്രീഡം തരും. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനാണ് ചെയ്യും. നമുക്ക് മറ്റു വർക്കുകളൊക്കെ ഒന്ന് കണ്ടാലോ? ആയിക്കോട്ടെ. ഇപ്പൊ ഈ ചുമരിലുള്ള ഈ കുട്ടനാടിന്റെ ഭംഗിയൊക്കെ ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നിങ്ങൾ വരച്ചത് തന്നെയല്ലേ? വരച്ചത് തന്നെയാണ്. പക്ഷെ കുട്ടനാട് പോയിട്ടില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഒരു 10 ചിത്രങ്ങൾ, ഒരു 8-9 ചിത്രമോ 10 ചിത്രമോ ഇപ്പോഴും ഉണ്ടാവും ഇവിടെ. അത് കൂട്ടി വരച്ചതാണിത്. കുട്ടനാട് പോയിട്ടില്ലല്ലേ? എവിടെ പോണ, ആര് പോണ
ഞാനൊന്നും പോയിട്ടില്ല. എന്നിട്ട് അപ്പൊ ഇത് ഇങ്ങനെ മുതലാളി പറയും ഇങ്ങനെ നമുക്ക് ഇന്നതാണ് വേണ്ടത്, എങ്ങനെ ശരിയാവും നോക്കാം, നമുക്ക് വരയ്ക്കാന്നറിയാണ്. ഇതൊക്കെ എത്ര ദിവസത്തെ വർക്കാ? ഇതിപ്പോ ഒരു 6 ദിവസത്തെ വർക്കാണല്ലേ? ഈ ഫ്രെയിം ആദ്യം ഇങ്ങനെ ചെയ്ത് വെച്ചു, അതിന്റെ ഉള്ളിൽ നമ്മളെ വർക്ക് കൊടുത്തു. പിന്നെ എടുത്തു പറയേണ്ടത് താജ്മഹൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തോന്ന് ചോദിക്കോ എപ്പോഴാ താജ്മഹൽ കാണാൻ പോയത്? ഇതൊക്കെ എങ്ങനെയാ ചെയ്ത്? ഇതുപോലെ തന്നെ ഓരോ ഐഡിയ, ഞങ്ങൾ രണ്ടുപേരും ഓരോ ഐഡിയ ഇടുന്നു, നമുക്ക് താജ്മഹൽ വരച്ചാലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി, അങ്ങനെ ചെയ്തു തന്നെ. ഇതിപ്പോ എത്ര ദിവസം എടുത്തു? ഇതും അതുപോലെ തന്നെ, ഇതൊരു ഒരാഴ്ചന്റെ വർക്ക് എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഇന്റീരിയർ ഒക്കെ ദാസേട്ടന്റെ കഴിവാട്ടോ. അത് പെയിന്റിലല്ലേ കണ്ടാൽ നമുക്കൊരു വാൾപേപ്പർ ഒട്ടിച്ച പോലെയാണ് തോന്നുക, പക്ഷെ അത് ഫുള്ള് ഹാൻഡ് വർക്കാണ്. പക്ഷെ അത്രയും മോഡേൺ ആയിട്ടുള്ള ലിപിയാണല്ലോ നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊന്ന് നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് വായിച്ചത്. ഇതിപ്പോ എന്താ പറയാന്ന് വെച്ചാല് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് മൊത്തത്തിൽ വന്നു, അത് ഇതിനകത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തല്ലേ. ഇതൊരു ദിവാനി ടൈപ്പ് മുദർനി മോഡൽ എന്ന് പറയാം. മുദർനി അറബിയില് മുദർനി ലെറ്റർ എന്ന് പറയും. ദാസേട്ടാ അതിപ്പോ ഇങ്ങനെ വരക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ലിപികൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ടോ? ലിപികൾ എന്ന് പറഞ്ഞാൽ അറബിയിൽ പല പല ലിപികളുണ്ട്. അതിലിപ്പോ നമുക്ക് അറിയണത് മറ്റേ ദിവാനി, രേഖ, നസ്ക്, പിന്നെ മുദർനി. അതിലിപ്പോ ഇത് മുദർനി മോഡലിൽ പെടും. അങ്ങനെയാണല്ലേ? ദിവാനി മുദർനി മോഡലിൽ പെടും. അതൊക്കെ നമുക്കിത് ഒരു അങ്ങനെ അറിയുന്നില്ല കേട്ടോ. നമുക്ക് ഏകദേശം അത്ര അറിയണ അത്രേ ഉള്ളൂ. അതൊക്കെ വലിയ വലിയ ആൾക്കാരെ എഴുതി വിടണ നമ്മൾ നോക്കി ചെയ്യണമെന്നുള്ളൂ. ഡാൻസ് ചെയ്ത് നിൽക്കണ അതുപോലെ അടിപൊളി. മലയാളം ഒരിക്കലും ഇങ്ങനെ എഴുതാൻ കഴിയില്ലല്ലോ, ഒരിക്കലും കഴിയില്ല, വായിക്കാനും കഴിയില്ല, ഇങ്ങനെ എഴുതാനും കഴിയില്ല. ഇത് എങ്ങനെ ഉള്ളിൽ എഴുതിയാലും നമുക്ക് അക്ഷരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് അറിയുന്നവരത് ഫുള്ളായിട്ട് വായിക്കും, ക്ലിയർ ആയിട്ടും വായിക്കും. ദാസേട്ടന്റെ കഴിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ആളുകളെ കഴിവുകൾ നമ്മൾ പുറം ലോകത്ത് എത്തിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ദാസേട്ട് അതുപോലുള്ള വർക്കുകൾ ഇനി എടുത്തൊടുക്കൂലേ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദാസേട്ടനെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, നമ്മള് ദാസേട്ടന്റെ കൂടെ തന്നെ ഒരാളും കൂടി ഉണ്ട്, കുട്ടേട്ടൻ അല്ലേ? അപ്പൊ ദാസനും കുട്ടനും എന്നാണ് പേര് അല്ലേ? അപ്പൊ നമുക്ക് അദ്ദേഹത്തെ നമ്മളെ വീഡിയോയിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോ ഇതാണ് ദാസനും കുട്ടനും, അങ്ങനെ പറഞ്ഞാലേ ആളുകൾക്ക് അറിയുള്ളൂ എന്നാട്ടോ പറഞ്ഞത്. അപ്പൊ കുട്ടേട്ടന്റെ ഒരുപാട് കഴിവുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം സിമന്റ് വർക്കുകൾ അല്ലേ, ഏതിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? സിമന്റ് വർക്കാണ്, കിണർ വർക്കുകള്, ഇരിപ്പിടങ്ങള്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കുട്ടേട്ടന്റെ വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഉടനെ തന്നെ കുട്ടേട്ടന്റെ കൂടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് വരുന്നതാണ്. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.